വലിയന്നൂരിലാണ് വലിയ കാറ്റിൽ വലിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ വലിയന്നൂരിൽ നിന്നും ചേലോറ ഹൈസ്കൂളിലേക്കുള്ള റോഡാണ്. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ മരങ്ങൾ കടപുഴകി വീണിരിക്കുകയാണ്. അപ്പോൾ ഒന്നും രണ്ടുമല്ല, ധാരാളം ഒരു പ്രദേശത്തെ ആകെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള മരം പൊട്ടി വീണിരിക്കുകയാണ്. ഒപ്പം വൈദ്യുതി ലൈനുകളിലേക്ക് പൊട്ടി വീണു. അങ്ങനെ വൈദ്യുതി ലൈനുകളൊക്കെ തന്നെ താഴേക്ക് വീണ അവസ്ഥയിലാണ്. അങ്ങനെ വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ആളുകൾക്കൊന്നും വലിയ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് അടക്കം ഇവിടെ എത്തി മരങ്ങളൊക്കെ തന്നെ മുറിച്ചു മാറ്റുകയാണ്. വലിയ കൂറ്റൻ മരങ്ങൾ, അതായത് പ്ലാവ് പോലെ, അതായത് വലിയ ശക്തിയുള്ള മരങ്ങളെയൊക്കെ കടപുഴകി വീഴിക്കാൻ കഴിഞ്ഞ ഒരു വലിയ കാറ്റാണ്. ഇതിനപ്പുറത്തൊരു വീട് കാണാം. ആ വീടിന്റെ സൈഡിലേക്കൊക്കെ തന്നെ മരങ്ങൾ വീണ് കിടക്കുന്നു. അങ്ങനെ വലിയ നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ ആണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ചേട്ടാ, എത്ര മണിക്കാണ് ഈ സംഭവം നടന്നത്? 7:35. എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ ഇതിന് തൊട്ട് താഴെ 2 വൻമരമുണ്ട്. അത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൊടുത്തിട്ട് 1.5 വർഷമായി. ജില്ലാ കളക്ടർ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മുറിക്കാൻ വേണ്ടി അത് ഓർഡർ ആയിട്ടുണ്ട്. ഇതുവരെ ഒരു ആക്ഷനും ഇല്ല. ഈ സംഭവം നടന്നതേ, ആ സംഭവം നടന്ന ആളപായം എന്തെങ്കിലും ഉണ്ട് ഇവിടെ? ആളുകൾ, ഒരു ലേഡി ഉണ്ടായിരുന്നു AKG ഹോസ്പിറ്റലിൽ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഒരാൾക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇതിന് നടുവിൽ പെട്ടുപോയതാ. ചെറിയ നിസ്സാര പരിക്കുകളോട് രക്ഷപ്പെട്ടു. ആ വീട്ടിലൊക്കെ വീണിട്ടുണ്ട്. അതന്നെ ഈ കാര്യമായിട്ട് ഈ കാണുന്ന പോലെ തന്നെ ഉള്ളതല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ക്ലബ് ഉണ്ട്, അത് പോയി. ഈ മില്ല് പോയി. ഇത്രയൊക്കെ ഉള്ളൂ. പെട്ടെന്ന് കാറ്റ് വന്നങ്ങ് കൗൺസിലർ ചെയ്യുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് ഒരു 7:10 കൂടിയാണ് ഈ ചുഴലി ഇവിടെ ആഞ്ഞടിച്ചത്. മുണ്ടേരി ഭാഗത്തു നിന്നാണ് ഇത് വന്നത്. ആ മുണ്ടേരി വലിയന്നൂർ ഭാഗത്ത് നിന്ന് ഇങ്ങ് വലിയന്നൂർ സൈഡിൽ ഇങ്ങോട്ട് വന്നു. അത് ഒരു ഭയാനകമായ ശബ്ദത്തോടു കൂടിയാണ് അത് ഉണ്ടായത്. അത് പിന്നെ ഒരു പെട്ടി കച്ചവടക്കാരുണ്ടായിരുന്നു, ലോട്ടറി വെക്കുന്നത്. അയാളുടെ പെട്ടിയടക്കം ഉയർത്തി മുകളിൽ കൊണ്ടുപോയി താഴെ ഇട്ടു. അയാൾക്ക് പരിക്ക് പറ്റി. പിന്നെ മരങ്ങളെല്ലാം കടപുഴകി വീണു. ഇലക്ട്രിക് പോസ്റ്റുകൾ, ഇലക്ട്രിക് കമ്പികൾ ഇതെല്ലാം പൊട്ടി വീണു. പക്ഷേ വലിയൊരു ആളപായം ഉണ്ടായില്ല എന്നതാണ് ഇതിനകത്തുണ്ടായ ഒരു ഭാഗ്യം. ഒരു വിസിലിങ്ങോട് കൂടിയാണ് ഈ ശബ്ദം വന്നത്. നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് ഇത് സംഭവിച്ചത്. ഭയാനകമായ രീതിയിൽ അങ്ങനെയുള്ളത്. വൈദ്യുതി ഒന്നും ഉടനെ വരാൻ സാധ്യതയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഫയർഫോഴ്സ് അതിന്റെ ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തി അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോഴേ ഇതൊരു ചുഴലിക്കാറ്റാണോ? അതെ, ചുഴലിക്കാറ്റാണെന്നാണ് കരുതുന്നത്. വളരെ പെട്ടെന്ന് കാറ്റടിച്ച് എല്ലാം തകർന്നു. അതെ, രാവിലെ ഒരു 7:35 സ്റ്റേഷനിൽ മെസ്സേജ് കിട്ടുന്നു. ഈ ഭാഗത്ത് മുഴുവനും മരങ്ങൾ വീണിട്ടുണ്ട്. KSEBയുടെ ലൈനിന് മുകളിലൂടെ, HT ലൈനിൻ്റെയും LT ലൈനിന് മുകളിലൂടെയൊക്കെ മരങ്ങൾ വീണിട്ടുണ്ട്. സേന പല ഭാഗങ്ങളിൽ നിന്നും മരങ്ങൾ മുറിച്ചു മാറ്റി ഗതാഗതവും പിന്നെ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ വീണ്ടെടുത്ത് കൊടുക്കുകയാണ്. ഫയർഫോഴ്സ് ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ലോട്ടറി കടക്കാരനുണ്ടായിരുന്നു. ആ ലോട്ടറി കട അപ്പാടെ കാറ്റത്ത് പറന്നു പോവുകയുണ്ടായത്. അദ്ദേഹം ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ കിട്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോൾ ഏതായാലും മരങ്ങൾ ഇങ്ങനെ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ധാരാളം മരങ്ങളുണ്ട്, തെങ്ങുണ്ട്. ചുഴലിക്കാറ്റിനോട് സമാനമാണ്, ഒരു മൂളൽ ശബ്ദത്തോടു കൂടി കാറ്റ് വീശുകയായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്, അല്ലേ? തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന്, അതായത് 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് നേരം നീണ്ടു നിന്നൊരു കാറ്റാണ് ഉണ്ടായത്. അപ്പോൾ ആ കാറ്റിലാണ് ഈ പ്രദേശം ആകെ ഈ രീതിയിൽ വലിയ നാശനഷ്ടം വിതച്ചിരിക്കുന്നത്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിനോട് അടുത്ത് എളയാവൂർ എന്ന സ്ഥലത്തും സമാനമായ രീതിയിൽ കാറ്റ് വീശിയിരുന്നു. അങ്ങനെ ആ കാറ്റ് വീശിയപ്പോഴും ധാരാളം വീടുകളുടെ മുകളിലേക്ക് അടക്കം ഈ മരമൊക്കെ വന്ന് വീഴുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ വലിയ രീതിയിലാണ് ഈ പ്രദേശത്ത് 1-2 ഇടത്തല്ല പലയിടങ്ങളിലായിട്ടും സമാനമായ രീതിയിൽ കാറ്റ് വീശിയിട്ടുണ്ട് എന്നതാണ്. നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ? ഇതെന്നെ നമ്മൾ വാച്ച്മാനാണ്. നമ്മൾ ഞാൻ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഈ കാറ്റ് വരുന്നത്, ഈ കാറ്റ് വന്നപ്പോൾ എനിക്ക് ഓടി എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഭയങ്കര ഒച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ച, ഇത് ഇല്ലാത്തൊരു ഒച്ച. ഇന്ന് പിന്നെ നോക്കുമ്പോൾ പുറത്ത് നോക്കുമ്പോൾ ഒട്ടാകം ഇടിഞ്ഞ് വീണ്ടേ. മരം പിന്നെ വില്ല് ഒട്ടാകെ ഇങ്ങനെ പറയാൻ കഴിയില്ല, അങ്ങനത്തെ കാറ്റാണ് വന്നത്. അത് ഓടിച്ച് എനിക്ക് ഉള്ളിൽ കയറാൻ കഴിയില്ല. ഞാൻ എന്നെ എടുത്ത് കൊണ്ടുപോന്നു. കാറ്റ് കണ്ടെങ്കിൽ തരിച്ചു പോകും. നാളെ ഓടിയെത്തുമ്പോൾ ഒന്നുമില്ല, ഒന്നും കാണുന്നില്ല. അത്ര 7:10 ആയിട്ടുണ്ടാവും. ഞാനെന്നെങ്ങനെ തെങ്ങുമെന്ന്
തേങ്ങ വീഴുന്ന എല്ലാം ഒഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. തേങ്ങ വീണുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? തേങ്ങ വീഴുന്ന് പറഞ്ഞാൽ ഈ കാറ്റ് സുയിപ്പ് കാറ്റ്, ആ കാറ്റ് വരുമ്പോൾ തന്നെ ആള് പേടിച്ച് മരിച്ചു പോകും. അങ്ങനത്തെ കാറ്റ്, അതിശക്തമായ കാറ്റാണ് വീശിയതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം അടക്കം അവിടെ നിന്നവരൊക്കെ. ഏതായാലും നേരിയ പരിക്കുകളെ അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളൂ എന്നത് ആശ്വാസകരമാണ് ഫെലിക്സ്. മാത്രമല്ല അത് ചുഴലിക്കാറ്റിന്റെ രൂപത്തിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിലവിലൊരു നല്ല ശാന്തത അനുഭവപ്പെടുന്നുണ്ട്. അത് മറ്റൊരു കാറ്റിന്റെ മുന്നോടിയാണോ എന്നൊരു ഭയവും എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. ഏതായാലും മഴക്കാലത്ത് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. ഫെലിക്സും